പരിചയപ്പെടുത്തുന്നതായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ വ്യത്യസ്തമായി ഇപ്രാവശ്യം പാനലിസ്റ്റിനെ കൂടി ആഡ് ചെയ്ത് ഒരു സപ്പോർട്ടിങ്ങിന് വേണ്ടിയാണ് അതിന് ശ്രമിച്ചതിന്റെ സംഘാടകരോടുള്ള നന്ദി അറിയിക്കുന്നു. UDF പാനലിന്റെ പാനലിസ്റ്റിനെ പരിചയപ്പെടുത്തുമ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കണം. എല്ലാവർക്കും സുപരിചിതരായ ഇവിടുത്തെ ഏറ്റവും പ്രഗത്ഭരായ കോൺഗ്രസ് UDF അനുഭാവികളും നേതാക്കന്മാരുമാണ്. ഓരോരുത്തരെ വിളിക്കുമ്പോൾ അവർ എഴുന്നേറ്റിരിക്കുക. കോൺഗ്രസിന്റെ സംഘടനകളായ YCC, IOC തുടങ്ങിയ സംഘടനകൾക്ക് സജീവമായി ദേശീയ തലത്തിലും ഇവിടെയുമൊക്കെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട തോമസ് വലിയാൻകുല്ലേ, ജസ്റ്റിൻ ജേക്കബ്, സന്തോഷ് നായിക്, ജോമോൻ അടയാടി, ദാനിയേൽ ചാക്കോ. എന്റെ കൂടെ നിങ്ങൾ കട്ടയ്ക്ക് നിൽക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട്. ഇന്ത്യയുടെ പാനലിസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ശ്രീമതി രമാപിള്ളൈ, ശ്രീ ജ്യോതിഷ്, ശ്രീ സുരേന്ദ്രൻ നായർ, ശ്രീ അരുൺ, ശ്രീ ഗിരീഷ്. എല്ലാവരും ഇന്ത്യയുടെ സപ്പോർട്ടേഴ്സും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ധാർമ്മിക ഉയർത്തിപ്പെടുത്തുന്ന വ്യക്തികളുമാണ്. നമുക്ക് സ്വാഗതം. LDFിന്റെ പാനലിസ്റ്റായി വന്നിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹാക്കളായ ഹജി കണ്ണമ്പാടം, നമ്മള് ഈ സംവാദ പരമ്പര ഇവിടെ ആരംഭിക്കുകയാണ്. പുറകിൽ നിൽക്കുന്നവർ ദയവ് ചെയ്ത് അവിടെ ഒരു സംവാദം ഉണ്ടാക്കാതെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും എന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ജനാധിപത്യപരമായ സംവാദത്തിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിപ്പിക്കണം എന്ന ഒരു പ്രാവശ്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ആദ്യ ചോദ്യം UDF പ്രതിനിധിയോടാണ്. ചോദ്യത്തിലേക്ക് കിടക്കുന്ന ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് പറയാം, അതിനുശേഷം ചോദ്യങ്ങളിലേക്ക് പോകുന്നതാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ജനങ്ങൾ മടുത്ത ഒരു ദുർഭരണത്തിനെതിരെയുള്ള ഒരു വിധി എഴുതാൻ പോവുകയാണ്. കടക്കുപുറത്ത് പരനാറി, പരമനാറി, ചെച്ച, നികൃഷ്ട ജീവി തുടങ്ങിയ സംസ്കാരത്തിന് നിരക്കാത്ത പദപ്രയോഗങ്ങൾ, ഡിക്ഷണറിയിൽ പോലും ഇല്ലാത്ത പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് വോട്ട് ചെയ്ത ജനതയ്ക്ക് മുമ്പിൽ ഒരു ഏകാധിപതിയെ പോലെ, ഒരു രാജാവിനെ പോലെ വാടാൻ ഒരു ഏകാധിപതിയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കേണ്ട സമയം അടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഞാനാണ് ഏകാധിപതി. എന്റെ പ്രജകൾക്ക് മുമ്പിൽ എനിക്ക് എന്ത് വിളിക്കാനുള്ള അധികാരമുണ്ട്? കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ എന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു നേതാവ്, ആ ഒരു ഏകാധിപതി രാജാവിന്റെ ഭരണത്തിൽ നിന്ന് ഒരു മുക്തി ഈ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. തന്നോട് ചോദിക്കാൻ വന്ന ജനാധിപത്യപരമായ രീതിയിൽ സമരം ചെയ്തതിനെ ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു വളർത്തിയപ്പോൾ, മർദ്ദിച്ചവസരാക്കിയപ്പോൾ കണ്ടുനിന്ന മുഖ്യമന്ത്രി പറയുകയാണ് ഇത് രക്ഷാപ്രവർത്തനമാണ്. അത് രക്ഷാപ്രവർത്തനമാണെങ്കിൽ മറ്റു ചിലർ ചെയ്യുന്ന രക്ഷാപ്രവർത്തനമല്ല. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ ദുർഭരണം അവസാനിപ്പിക്കേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. കടാരകൾക്ക് മുമ്പിൽ സങ്കോചമില്ലാത്ത നടന്നവനാണ് ഞാൻ ഈ പിണറായി എന്ന അഭിമാനത്തോട് പറയുന്നവൻ. 42 വണ്ടികൾ വേണം ജനങ്ങളുടെ മുന്നിൽ കൂടി നടക്കാനായിട്ട്. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തും ആശ്ലേഷിക്കുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇരുന്ന കേരളത്തിൽ 42 വണ്ടികളുടെ അകമ്പടിയോടുകൂടി കേരള ജനതയുടെ കേരള ജനതയുടെ നീതിപ്പണം എടുത്തുകൊണ്ട് പേടിച്ചുകൊണ്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഭരണത്തിന് അറുതി ഉണ്ടാകണം. കേരളത്തിലെ ജനതയിൽ മടുത്തു കഴിഞ്ഞു. ഈ വെടുപ്പിന് അതുകൊണ്ട്
കേരളത്തിലെ കോൺഗ്രസ് വെച്ചിരിക്കുന്ന 5 ഗ്യാരണ്ടിയുണ്ട്. എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായി യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഒരു ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. കർണാടകത്തിൽ ഞങ്ങളത് പദ്ധതിയിട്ട് വിജയിപ്പിച്ച ഒരു പദ്ധതി. അതോടൊപ്പം തന്നെ എല്ലാ കോളേജ് വിദ്യാർത്ഥിനികൾക്കും 1000 രൂപ പ്രതിമാസ ധനസഹായം. ക്ഷേമ പെൻഷനുകൾ 3000 രൂപയായി വർദ്ധിപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്. യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് പലിശരഹിത വായ്പ 5 ലക്ഷം. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്. ഇങ്ങനെയുള്ള സാമൂഹ്യക്ഷേമ ഉന്നമന വകുപ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരുടെ മുമ്പിൽ 140 നിയോജക മണ്ഡലത്തിലും അലയടിച്ചു വരുന്ന ആവേശമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് 100-ൽ പരം സീറ്റുകൾ കൈവച്ചുകൊണ്ട് വിജയിച്ചുകൊണ്ട് ഈ 10 വർഷത്തെ ദുർഭരണത്തിന് അറുതി വരുത്തുവാൻ അതിനിടയാകണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധമായ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് അർപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വിജയം സ്വപ്നം കാണാനും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രവർത്തിക്കുവാനും നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ആമുഖ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കും. ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെയൊരു ഡിബേറ്റ് ഇവിടെ സംഘടിപ്പിച്ച IPCNA അതുപോലെ മാഗ് എന്ന സംഘടനകൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ എല്ലാവരും ഈ ഒരു ഈവനിങ് ടൈം ഞായറാഴ്ച ഇവിടെ വന്ന് ഈ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേൾക്കാനും സംസാരിക്കാനുമുള്ള സമയം എല്ലാവരെയും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഈ കഴിഞ്ഞ 70 വർഷമായി നടന്ന വികസന മുരടിപ്പ്, ഇടത്ത് വലത് എന്ന് പറയുന്ന ഒരേ നാണയത്തിന്റെ 2 വശങ്ങൾ ആയിട്ട് 70 വർഷക്കാലം കേരളത്തെ ഭരിച്ചു പിടിച്ച LDF UDFന് ഒരു 3ാം ബദൽ എന്നുള്ള രീതിയിൽ വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും കുതിച്ചു നടക്കുമ്പോൾ ഇതിനും പുറകിൽ നടക്കുന്ന ഈ കേരളത്തിലെ ഈ ഭാരതത്തോടൊപ്പം ഓടിക്കാൻ വേണ്ടിയിട്ട്, ഭാരതത്തോടൊപ്പം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന വികസിത കേരളം എന്നുള്ള ഒരു ലക്ഷ്യ പദ്ധതിയോട് കൂടിയിട്ട് BJP മുന്നോട്ട് വയ്ക്കുന്ന NDA മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തോടെ കൂടി നടക്കുന്ന NDA ആണ് ഈ വർഷം നമ്മൾ കാണുന്നത്. കേരളത്തിൽ മാത്രം ഇടത്ത് വലത്ത് എന്ന് ഇവർ ഒന്നിച്ച് വഴക്ക് കൊടുക്കുകയും സഖ്യനപ്പുറം തോളെ കൈവിട്ടുകൊണ്ട് നമ്മളെയെല്ലാം നമ്മൾ വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയുന്ന നമ്മളെയൊക്കെ കളിപ്പിക്കാൻ ഇടത് വലത് എന്ന് പറഞ്ഞവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ നാണയങ്ങളുടെ 2 വർഷമായിട്ട് പറയുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ വികസനം നടത്തുന്നു എന്നിവർ പറയുന്നു. അതിനു മുമ്പ് പല വികസനങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് വലതുപക്ഷം പറയുന്നു, UDF പറയുന്നു. എവിടെയാണ് നമുക്ക് വികസനം കൊണ്ടുവന്നിട്ടുള്ളത്? ഇവർ പറയുന്ന ഈ വികസനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ വീണ്ടും എന്താണ് ഇവർക്ക് നമുക്ക് വേണ്ടി തരാനുള്ളത്? എല്ലാവർക്കും ഒരേപോലെയുള്ള വികസനം, സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ള ആ ഒരു മുദ്രാവാക്യത്തോട് കൂടിയിട്ട് നമ്മൾ ആരെയും മാറ്റി നിർത്താതെ, ആരെയും പിന്നോട്ട് തള്ളാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് കേരളത്തിലെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങൾ എങ്ങനെയാണോ ഡെവലപ്പ് ചെയ്യുന്നത് ആ ഡെവലപ്മെന്റിന്റെ രീതിയിൽ വികസിത കേരളമാക്കി മാറ്റാൻ വേണ്ടി 2026 മത്സരിക്കുന്ന NDA എല്ലാവരും വിജയിപ്പിക്കണമെന്നും അതാണ് NDAയുടെ വലിയ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് പറയുന്നതെന്നും വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ NDAയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ നിർത്തുന്നു. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്ന മുമ്പ് ആദ്യമായി IPCNയുടെ ഭാരവാഹികളോടും ബാങ്കിന്റെ ഭാരവാഹികളോടും വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ്. ഉദ്ഘാടന പ്രസംഗത്തിന് വ്യക്തിപരമായ രാഷ്ട്രീയം ഉണ്ടാവാം, പക്ഷേ അത് ഉദ്ഘാടന പ്രസംഗത്തിലല്ല നടത്തേണ്ടത്. നിങ്ങൾ ഈ വ്യക്തിയെ ഉദ്ഘാടന പ്രസംഗത്തിന് വിളിച്ചു, അദ്ദേഹത്തിന് പറയേണ്ടതായിരുന്നു പുള്ളിയുടെ വ്യക്തിപരമായ രാഷ്ട്രീയം ഇവിടെ പ്രകടിപ്പിക്കാനുള്ള വേദിയല്ലായിരുന്നു. അത് മാത്രം ഒരു വിയോജിപ്പായി അതിനെ രേഖപ്പെടുത്തുന്നു. നീ എന്റെ കർത്തവ്യത്തിലേക്ക് നടത്തിയാണ്. 1957 കേരളത്തിൽ ലോകത്തിൽ ആദ്യമായ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തിയ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ളതാണ്. ആ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ ബിൽ, തൊഴിലാളി സൗഹൃദ നയങ്ങൾ ഇവയുടെ അടിത്തറയിലാണ് കേരളത്തിലെ ഇന്നത്തെ എല്ലാ നയങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുമ്പോഴാണ് കേരളത്തിൽ 2000 രൂപയുടെ പെൻഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു മുടക്കമില്ലാതെ കൊടുക്കാൻ സാധിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ 19 മാസത്തെ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളാണ് അത് കൊടുത്തു തീർത്തത്. കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ നിന്നപ്പോഴാണ് കേരളത്തിൽ 5 ലക്ഷം ഭവനരഹിതർക്ക് വീടുകൾ കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ ഇരുന്നപ്പോഴാണ് കേരളത്തിൽ സ്കൂളുകൾ സ്മാർട്ടായത്. കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ ഇരുന്നപ്പോഴാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയവാദ വികസനം നടന്നിട്ടുള്ളത്. ദേശീയവാദ വികസനം
എന്നാൽ ഉമ്മൻചാണ്ടിക്ക് സല്യൂട്ട് അടിക്കുമെന്ന് പറഞ്ഞ പഴയ ഒരു BJP പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിലിരുന്നപ്പോഴാണ് ഗെയിൽ പൈപ്പ് ലൈൻ സാധ്യമായത്. കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിലിരുന്നപ്പോഴാണ് കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഫസ്റ്റ് ഫേസ് സാധ്യമായത്. കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിലിരുന്നപ്പോഴാണ് കേരളത്തിൽ പവർ കട്ടില്ലാതിരുന്നതും ലോഡ് ഷെഡിംഗ് ഇല്ലായിരുന്നതും. ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മൾ ചോദിച്ചാൽ അവർക്ക് അറിയില്ല പവർ കട്ട് എന്നാൽ ലോഡ് ഷെഡിംഗ് എന്തിനാണ്. കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിൽ അധികാരത്തിലിരുന്നപ്പോഴാണ് കേരളത്തിൽ ആദ്യത്തെ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സാധ്യമായത്. കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിൽ അധികാരത്തിലിരുന്നപ്പോഴാണ് ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 ആയത്. കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിലിരുന്നപ്പോഴാണ് കേരളത്തിൽ സ്മാർട്ട് സ്കൂളുകൾ സാധ്യമായത്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പോയി നോക്കിയാൽ ഓഡിറ്റോറിയം സ്കൂളോ ഒന്നും കാണാൻ പറ്റില്ല, എല്ലാം കോൺക്രീറ്റ് ബിൽഡിങ്ങുകളാണ്. കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിൽ അധികാരത്തിലിരുന്നപ്പോഴാണ് കിഫ്ബി വഴി 1,10,000 കോടിയുടെ അടിസ്ഥാന വികസനം കേരളത്തിൽ സാധ്യമായത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ തൊട്ടതും ഇനി തൊടാൻ പോകുന്നതുമല്ല ജനഹൃദയങ്ങളിലാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളത്, മറ്റാരുടെ LDF അല്ലാതെ. ആവേശകരമായ ആദ്യ സെഷൻ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഇനി ചോദ്യോത്തര വേളയിൽ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യ ചോദ്യം UDF പ്രതിനിധി